ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി നാട്ടരങ്ങിന്റെ ഉദ്ഘാടനം നടന്നു. KD പ്രസന്നൻ MLA ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ വിശേഷിച്ച് ആ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടാണ് പഠനം പൂർത്തിയാക്കിയ കലാപ്രതിഭകളുടെ അരങ്ങേറ്റം ഇവിടെ നടക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ 2 വർഷത്തെ ഈ കോഴ്സ് സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കാരണം ഏതാണ്ട് 3 വർഷത്തോളം നീണ്ടുകൊണ്ടാണ് പഠന പ്രവർത്തനം പൂർത്തീകരിച്ചതും ഇത്തരം ഒരു ചടങ്ങ് ഇവിടെ ഇപ്പോൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇത് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും താങ്കൾ ആഗ്രഹിക്കുന്ന കലാരംഗത്ത് മികവ് പുലർത്താനുള്ള സഹായ പദ്ധതി എന്ന നിലയ്ക്കാണ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. നമ്മുടെ കലാപരിപാടികൾ കാണുമ്പോൾ വലിയ സന്തോഷം നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ അത്തരം കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വിവിധ സ്റ്റേജുകളിൽ എത്തിച്ചേരുന്ന കലാപ്രതിഭകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വലിയ സാമ്പത്തിക ബാധ്യതയാണ് പുതിയ കാലത്ത് ഏറ്റെടുക്കേണ്ടി വരും. അത്ര വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് തനിക്ക് ഇഷ്ടപ്പെട്ട കലാപ്രകടനം പഠിക്കാനും അവതരിപ്പിക്കാനും ശേഷിയില്ലാത്ത ഒട്ടനവധി കുട്ടികളും രക്ഷിതാക്കളും നമുക്കിടയിലും അവർക്കൊരു താങ്ങ് എന്ന നിലയ്ക്കും കേരളത്തിലെ ഏറ്റവും മികച്ച കലാപ്രതിഭകളെ കണ്ടെടുക്കാൻ സഹായിക്കുക എന്ന നിലയ്ക്കുമാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. സമ്മാനദാനവും സർട്ടിഫിക്കറ്റ് വിതരണവും MLA നിർവഹിച്ച ചടങ്ങിൽ നാടൻപാട്ട് കലാകാരൻ പ്രണവം ശശി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC ബിനു, വജ്ര ജൂബിലി ജില്ലാ കോർഡിനേറ്റർ സന്ദീപ്, ബ്ലോക്ക് കോർഡിനേറ്റർ അഞ്ജു ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു.